അത് പാലക്കാടും പറഞ്ഞിരുന്നു, തൃക്കാക്കരയിലും പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പറഞ്ഞിരുന്നു. പാലക്കാട് കുറച്ചധികം പറഞ്ഞിരുന്നു. പാലക്കാട്ടെ എല്ലാ പഞ്ചായത്തിലും വന്ന് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്, ആരാ തുടരേണ്ട ആരാ മാറേണ്ടതെന്ന്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്തിൻ്റെ പേരിലാണ് ഫൈറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ കൃത്യമായ ധാരണ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ആ ജനങ്ങൾ ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത ഇവിടുത്തെ ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ ഗവൺമെൻറ്റിൻ്റെ ശല്യവും തീർക്കാൻ കാത്തിരിക്കുകയാണ്. അത് നിലമ്പൂരിൽ നിന്ന് ഭരണ തുടർച്ചയുടെ അല്ല, ഭരണമാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ നിന്നുണ്ടാവുന്നത്. ഞങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും. അത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം പോയി കണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെ വിളിച്ചു വരുത്തിയതോ മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞു. അദ്ദേഹം തന്നെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടു. ഈ പിണറായി സത്തിനെതിരായിട്ടുള്ള ഡയറക്ഷനിൽ ഇവിടെ കാര്യങ്ങൾ പിണറായി സത്തിനെതിരായിട്ട് ഇവിടെ പിണറായി വിജയൻ്റെ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഇവിടെ അതിനെതിരായിട്ടുള്ള ജനവിധിയെ ഉൾക്കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏക മുന്നണി ഐക്യജനാധിപത്യ മുന്നണിയാണ്. അത് ജനങ്ങൾ അംഗീകരിച്ച വസ്തുതയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്.